സർ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണല്ലോ. ഉം. അപ്പോൾ തന്നെ പലരും മുഖ്യമന്ത്രി മോഹവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, കോൺഗ്രസിലാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മോഹികൾ ഏറെയുള്ളത്. ഉം. അപ്പോൾ പലരും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് എംപിമാരൊക്കെയും ഉം. കേരളത്തിലേക്ക് വരികയാണ്. MP സ്ഥാനം ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് വരികയാണ്. ഇതിനു മുമ്പും അത്തരത്തിൽ വരികയും മത്സരിക്കുകയും ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പൊതുജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചിട്ടാണല്ലോ ഇതെല്ലാം നടത്തുന്നത്. അപ്പൊ ആ രീതിയിൽ അവര് MP സ്ഥാനം രാജിവെച്ച് വരുമ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇക്കുറിയും ഏതാണ്ട് 4ഓളം MP മാര് കേരളത്തിലേക്ക് വരാൻ നിൽക്കുന്നുണ്ട് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ നമ്മുടെ രാഷ്ട്രീയത്തെ ബാധിക്കും? എന്തൊക്കെയാണ് സംഭവിക്കുക? ഈ MP മാരെല്ലാം കൂട്ടത്തോടെ ഇങ്ങനെ കേരളത്തിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒരു കാരണമുണ്ടാവില്ല. എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ല. എന്ത് കാരണമെന്നാണ് പ്രജിത ഊഹിക്കുന്നത്? മുഖ്യമന്ത്രി കസേര ആയിരിക്കാനുള്ള സാധ്യത. പക്ഷെ എത്രയും പേർക്ക് മുഖ്യമന്ത്രി ആവാൻ പറ്റില്ല. അതല്ല കാരണം. പ്രധാനമായിട്ട് അതൊരു ശരിയാണ്. പക്ഷെ കാരണം അതല്ല. കാരണമെന്ന് പറഞ്ഞാൽ ഈ ഒരു പക്ഷേ അടുത്ത കാലത്തെങ്ങും കോൺഗ്രസിന് ഒരുപക്ഷെ ഇനി ഒരിക്കലും കോൺഗ്രസിന് അധികാരത്തിൽ വരാതിരിക്കാം എന്നുള്ള കണക്കുകൂട്ടലാണ്. ഇനി അവിടെ ഒന്നും റോളും വഹിക്കാനില്ല. ഒരു സഹമന്ത്രി സ്ഥാനം പോലും കിട്ടാനില്ല അവിടെ. പിന്നെ എന്തിനവിടെ പാർലമെൻറ്റിൽ ഈ മഹാഭൂരിപക്ഷം വരുന്ന BJP-കാർക്ക് ഒപ്പം ഇരുന്ന് കൂവി വിളിച്ച് എല്ലാത്തിൻ്റെയും തൊണ്ട പോയി. ലങ് പവർ കഴിഞ്ഞ ഒരു സെഷൻ, ആ സെഷൻ മുഴുവന് അവിടെ കൂക്കുവിളിയും ബഹളവും ഒച്ചവെപ്പും പാട്ടും വൈത്താരിയും ഒക്കെ ആയിരുന്നു. ലങ് പവർ മുഴുവൻ പോയി. ഇനി ഇതുപോലെ വയ്യ, കഠിന ശിക്ഷയാണത്. സംസാരിക്കുവാണെങ്കിൽ അതിനൊരു രസമുണ്ട്, ഒരു ഡിബേറ്റാണ്. ഇറ്റ്സ് എ ഡിബേറ്റ്. പക്ഷേ ഇത് ബഹളം വെച്ചുകൊണ്ടിരിക്കുക. കേന്ദ്രമന്ത്രിമാരാണെങ്കിൽ നല്ല ഒച്ചയുള്ളവരുമാണ്. അവർ നല്ല ശബ്ദം, മൈക്കില്ലാതെ സംസാരിക്കുന്ന ആൾക്കാരാണ്. അവർ മൈക്കിൽ കൂടെ പറഞ്ഞാലോ അതിനെ അതിജീവിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ശബ്ദം ഉയർത്താൻ. ഇത് ചെയ്ത് എല്ലാവർക്കും മടുത്തു. ഇനി നമ്മൾ ഈ പണിക്ക് നമ്മളില്ലാന്ന് പറഞ്ഞ് ഇപ്പോൾ സെഷൻ അടുത്തത് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് എത്രയും വേഗം ഇവിടുന്ന് പോകണം എന്ന് മാത്രം വല്ല പ്രയോജനമുണ്ടോ? ഈ ഒച്ച വെച്ച് ബഹളം വെച്ച് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ ബഹളം വെച്ചിട്ട് തൊണ്ട പോയതല്ലാതെ വേറെ കിംഫലം. അതുകൊണ്ട് കിം ബഹുന എത്രയും വേഗം നമുക്ക് അങ്ങടെ പോവാം. അവിടെ ഇനിയിപ്പോൾ ഒരു സാധ്യതയുണ്ട്. പിണറായിക്കെതിരായിട്ട് ഉള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടല്ലോ, അതിൽ നീന്തി തുടിച്ച് അക്കരെ പറ്റിയ കിട്ടിയ ഒരു തേങ്ങ പോയാൽ കുറേ തൊണ്ട്. കാസേരയിൽ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സിദ്ധരാമയ്യ ഇരിക്കുന്ന പോലെ മുഖ്യമന്ത്രിയായിരിക്കുക. അത് നമുക്ക് ആദ്യം ചെയ്യാം. ആദ്യം ഒന്ന് നോക്കാം. മുഖ്യമന്ത്രി പദവി ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരുന്ന, ഒഴുക്കൽ നീന്തി ഇങ്ങോട്ട് പോരുന്ന ആരായിരിക്കും? ഒന്ന് ഊഹിച്ചു നോക്കൂ. ആരൊക്കെ ആയിരിക്കും അത്? രണ്ടാള് മുഖ്യമന്ത്രി. അതെ, 2 പേർക്ക് ഈ മോഹം. ഷാഫി വരാൻ ഷാഫിക്ക് താല്പര്യമില്ല. അത് പറഞ്ഞ് അങ്ങ് തീർക്കാം. ഷാഫിക്ക് വരാൻ ഒരു താല്പര്യമില്ല. പുള്ളിക്ക് അവിടെ തന്നെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. പുള്ളിക്ക് രാഹുൽ മാങ്കട്ടത്തിനെ നിയമസഭയിൽ എത്തിക്കണമെന്നുണ്ട്. അതിപ്പോൾ നടക്കുമെന്നുള്ളത് ഇപ്പോൾ ആകെപ്പാടെ അവിടെ സിറ്റുവേഷൻ അങ്ങ് മാറി. രാഹുൽ ഒളിവിലാണെന്നും ഒക്കെ ദേശാഭിമാനി ഹെഡ്ലൈൻ എഴുതിയിരിക്കുന്നത്. വെളിവിൽ വന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ പോലീസ് ഇപ്പോൾ ഇനി വേണ്ട, ഇയാളെ അറസ്റ്റ് ചെയ്തിട്ട് ഇയാൾ നന്നാവില്ല എന്ന് അവരും മനസ്സിലായി കഴിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷാഫി പറമ്പലിൻ്റെ ഗ്രൂപ്പുണ്ട്. വലിയൊരു ഗ്രൂപ്പാണത്. ഒരു യുവ തുർക്കികളുടെ ഒരു ഗ്രൂപ്പാണത്. അത് ആ കൂട്ടത്തിലായിരുന്നല്ലോ ഇദ്ദേഹവും പറ്റത്. ഇപ്പം പതനം സംഭവിച്ച പക്ഷിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അതൊരു നല്ലൊരു യൂത്ത് ബ്രിഗേഡായിരുന്നു. അപ്പോൾ ആ ബ്രിഗേഡിൻ്റെ സപ്പോർട്ട് ഇപ്പോഴും ഷാഫി പറമ്പലിനുണ്ട്. അതുകൊണ്ട് അവരാണ് പറയുന്നത് നിങ്ങൾ കേരളത്തിൽ വരണം, ഇവിടെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പോക്കാം, രാഹുലിനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുലിനെ രക്ഷിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വരൂ എന്നാണ് അദ്ദേഹത്തോട് പറയുന്നത്. ഷാഫി വരൂ, രാഹുലിനെ രക്ഷിക്കൂ എന്നാണ് പറയുന്നത്. പണ്ട് പറയുന്നത് രാഹുലിനെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്നായിരുന്നു. ഇപ്പം നേരെ തിരിച്ച് രാഹുലിനെ രക്ഷിക്കൂ, ഷാഫി വരൂ എന്നുള്ളതാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ തരത്തിലൊരു മുദ്രാവാക്യം ചിലപ്പോൾ അവരുടെ അണികളുടെ ഈ ബ്രിഗേഡിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹം, അതിനപ്പുറം വേറെ ഒരു അഭിപ്രായമുള്ള ആളല്ല ഷാഫി പറമ്പിൽ, അവരോടൊപ്പം ചേർന്ന് നിൽക്കും. അല്ല സ്വന്തമായിട്ട് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ഈ ബ്രിഗേഡിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നിലകൊള്ളുന്നത്. അങ്ങനെ ഒരു ക്വാളിറ്റിയുള്ള രാഷ്ട്രീയ നേതാവാണ്. പക്ഷേ ഈ ബ്രിഗേഡ് എങ്ങോട്ട് പോയതിനോടൊപ്പം പോകുന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പം. മുഖ്യമന്ത്രി പദം കിട്ടില്ല പുള്ളിക്ക്, മന്ത്രിസ്ഥാനം കിട്ടിയേക്കും. പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരായിരിക്കും വരുന്നത്? നമുക്ക് അങ്ങനെ പറയാം. അതിലെ 2 പേരുണ്ട്. ഒന്ന് KC വേണുഗോപാൽ, ഇപ്പോഴങ്ങോട്ട് ജയിച്ചു പോയിട്ടേ ഉള്ളൂ.
പോയ സീറ്റ് പിടിച്ചെടുത്തിട്ട് ഉജ്ജ്വല വിജയം കൈവരിച്ച് ജനങ്ങൾ വിജയിപ്പിച്ച് വിട്ടത്. ഇതിനിടയിൽ കേരളത്തിൽ ചില ആ കളികളൊക്കെ KC ഒരു കളിക്കുകയും സൂത്രപ്പണി, ചെയ്തതാണ്. അവിടെ പോയി എല്ലാ സൂത്രപ്പണിയും പഠിച്ചിട്ടുണ്ട് പുള്ളി. സൂത്രശാലിയായിട്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ എനിക്ക് അങ്ങനൊന്നും എനിക്ക് വേണ്ട 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 എന്നാണ് പറയുന്നത്. കൈ അങ്ങനെ ആയിരിക്കുന്നു, എനിക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് കൊടുക്കുക, കൈ പുറകിലോട്ടായിരിക്കുന്നത്. ആ രീതിയിലാണ്. ആ കസേരയിൽ അദ്ദേഹത്തിന് മോഹമുണ്ടെന്നുള്ളത് പരസ്യമായിട്ടുള്ളൊരു രഹസ്യമാണ്. കിട്ടുകയും ചെയ്യും. ഹൈക്കമാൻഡിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും. പുള്ളി പറയുന്നിടത്താണ് ഇപ്പോൾ കാര്യങ്ങൾ ഒരു ഘട്ടത്തിൽ പറയുകയും ചെയ്തല്ലോ, KC ഇറങ്ങുകയാണ്, VD സതീശനും KC വേണുഗോപാലും തമ്മിലുള്ള അടി നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരുന്നതാണല്ലോ. എന്ന് മാത്രമല്ല, ഇവർ ജാതി ഇക്വേഷൻ നോക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഒരു തീയ മുഖ്യമന്ത്രിയാവുള്ളൂ, ഇനി അടുത്തൊരു നായർ മുഖ്യമന്ത്രി വരണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ അതിന് പറ്റിയ ആളിതാ എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം. അതിനെ എതിർക്കാൻ വേറൊരാൾ ഇവിടുന്ന് വരുന്നുണ്ട്. ഇപ്പോഴത്തെ UDF കൺവീനറും അപരാജിതനായിട്ടല്ല, ഒരിക്കൽ പോലും തെരഞ്ഞെടുപ്പിൽ തോൽക്കാത്ത ആളുമായിട്ടുള്ള അടൂർ പ്രകാശ്. അദ്ദേഹം ഒരു അബ്കാരി മുതലാളി മാത്രമല്ല, കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന കോൺഗ്രസിനെ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈഴവ വിഭാഗത്തെ ചേർത്ത് നിർത്താൻ താൻ തന്നെ വേണം. K. സുധാകരൻ എന്ന തീയനോട് നിങ്ങൾ കാണിച്ച ആ നികൃഷ്ടത ഇല്ലാതാക്കാൻ ഞാൻ വേണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബാലൻസിങ് ഇക്വേഷൻ, സമവാക്യം. വളരെ മോഹമുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രി പദം എന്ന് പറയുന്നത്. സമർത്ഥനുമാണ് അദ്ദേഹം. സമർത്ഥൻ. ആറ്റിങ്ങിൽ നിന്ന് പലതവണ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് ജയിച്ച ഒരാളുമാണ് അദ്ദേഹം. ജനപിന്തുണയുടെ കാര്യത്തിൽ അവിടുത്തെ ആ ജാതി സമവാക്യം കൊണ്ടാണെങ്കിലും അത് പിടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞല്ലോ. കോൺഗ്രസിന് തന്നെ കിട്ടണമെന്നില്ലല്ലോ, BJPക്കും കിട്ടാമല്ലോ. അത് പിടിച്ചു നിർത്താനുള്ള കഴിവൊക്കെ ഉണ്ട്. UDF കൺവീനർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, സീറോ കണക്ക്. പക്ഷേ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചിലതൊക്കെ ചെയ്യാൻ പ്രായോഗിക രാഷ്ട്രീയക്കാർക്ക്. ഈ അബ്കാരി ബിസിനസ്സും ഒക്കെ ഉള്ള ആളാണ്. അടൂര്, യമുന ഹോട്ടൽ, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടി. അത് കല്യാണം അദ്ദേഹം കഴിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു. എന്നെയും വിളിച്ച കല്യാണം, മകനാണോ മകളാണെന്ന് ഓർക്കുന്നില്ല, ഞാൻ പോയതല്ല. രമേശൻ കോൺട്രാക്ടർ എന്ന് പറഞ്ഞ അതിപ്രബലനായിട്ടുള്ള ഒരു അബ്കാരി കോൺട്രാക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകളാണ്. ഇടക്കാലത്ത് ഈ ബാർ കോഴ കേസിൽ പ്രബലമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. KM മാണിക്കെതിരെ കോഴ ആരോപണം ഉന്നയിച്ച ആളാണ്. മകൻ്റെ പേര് തൽക്കാലം മറന്നുപോയി. അവരുമായിട്ട് അത്രയ്ക്ക് പണമുള്ള ഒരു കുടുംബമാണ് അവർ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ താല്പര്യമുണ്ട്. ആ പദവി ഒക്കെ പറഞ്ഞൊപ്പിക്കാനും അതുപോലെ സിറ്റിംഗ് സീറ്റുകൾ വേണമെങ്കിൽ അങ്ങനെ സംഘടിപ്പിക്കാനും ഒക്കെ പണവുമുള്ള, നമുക്ക് ശരിക്കും പറയാം ഒരു DK, അത്രയും ഇല്ലെങ്കിലും ഒരു DK ആണ്. കേരളത്തിൻ്റെ ഒരു DK ശിവകുമാറാണ്. DK ശിവകുമാറാണ് ഇത് വേണമെങ്കിൽ പറയാം നമുക്ക്. പിന്നെയുള്ളത് നമ്മൾ പ്രജിത നേരത്തെ പറഞ്ഞ പോലെ ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ സമ്മർദ്ദം കൊണ്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഷാഫി ഇവിടെ നിന്ന് വിളിക്കുകയാണ്, ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല. ഇനി പിന്നെ അടുത്ത ഒരാളെന്ന് പറഞ്ഞാൽ കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹത്തിന് അവിടെ മടുത്തു, ഡൽഹി മടുത്തു കഴിഞ്ഞു. വലുതായിട്ടൊന്നും ചെയ്യാനില്ല ഇവിടെ. അതാണ് പ്രധാനപ്പെട്ടത്. ബഹളം ഉണ്ടാക്കുക മാത്രമേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ളൊരു കോൺഗ്രസ് നേതാവാണ്. അർഹിക്കുന്ന സ്ഥാനം കോൺഗ്രസ് കൊടുത്തില്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് സ്ഥാനം കൊടുക്കേണ്ടതാണ്. അർഹിക്കപ്പെട്ട സ്ഥാനമാണ്. K. സുധാകരൻ കഴിഞ്ഞ് ഇദ്ദേഹം ആവേണ്ടതാണ്. സണ്ണി ജോസഫ് ഒരു കാര്യവും ചെയ്യുന്നില്ല, എങ്ങും എത്തുന്നില്ല കോൺഗ്രസ്. ഇപ്പോൾ പരാജയം വന്നാൽ പരാജയത്തിൻ്റെ കാരണം സണ്ണി ജോസഫിന് തന്നെയാണ്. ഇദ്ദേഹത്തിന് ആ ദളിത് പിന്തുണയൊക്കെ ഉണ്ട്. ഒരു പാവം മനുഷ്യനാണ്, ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യനുമൊക്കെയാണ് അദ്ദേഹം. ഒരു ദുഷ്ട കഥാപാത്രമേ അല്ല അദ്ദേഹം എന്നുള്ളതാണ് ഗുണം. K. കരുണാകരനൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച നേതാക്കളാണ് ഈ പന്തളം സുധാകരനും കൊടിക്കുന്നിൽ സുരേഷും ഒക്കെ. ആ രീതിയിലുള്ള ഒരു എൻകറേജ്മെൻറ്റ് അവർക്കിപ്പോൾ കിട്ടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തിനെ കേരളത്തിലേക്ക് കൊണ്ട് ഉചിതമായിട്ടൊരു മന്ത്രിസഭാ സ്ഥാനമെങ്കിലും കൊടുക്കേണ്ടതാണ്. അദ്ദേഹത്തിന് അതിന് പ്രായപരിചയമുണ്ട് ഉള്ള ഒരാളാണ്. തീർച്ചയായിട്ടും കോൺഗ്രസ് അവഗണിക്കുന്നത് പിന്നാക്ക ദളിത വിഭാഗങ്ങളോടുള്ള ഒരു അവഗണനയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഇനിയും വേറൊരാൾ വരുന്നു, UDFൻ്റെ ഭാഗം തന്നെയായിട്ടുള്ള NK പ്രേമചന്ദ്രൻ. പാർലമെൻറ്റ് രാജിവെച്ച് നിയമസഭയിൽ മത്സരിക്കാൻ 100% സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പറയുന്നു. പ്രേമചന്ദ്രന് പാർലമെൻറ്റിൽ തന്നെ ഒരു പാർലമെൻറ്റേറിയനാണ്, ഒരു മികച്ച പാർലമെൻറ്റേറിയനാണ്, അവാർഡ് വരെ കിട്ടിയ ആളാണ്. പ്രധാനമന്ത്രിക്ക് വരെ ഇഷ്ടമുള്ള ഒരു പ്രഭാഷകനാണ് പുള്ളി. അദ്ദേഹത്തെ എതിർത്ത് പറയുമ്പോഴും അതാണല്ലോ ഒപ്പം വരും ചായ കുടിച്ച്, അത് കേരളത്തിൽ പ്രശ്നമായിരുന്നു. അങ്ങനെ ഒരാളെ കേരളത്തിലേക്ക് കൊണ്ടുവരണം. കാരണം വേറെ നേതാക്കൾ ഇപ്പോൾ ഇല്ല, സജീവമായിട്ട് രംഗത്തില്ല. അതുകൊണ്ട് കേരളത്തിൽ കൊണ്ടുവന്ന RSP, കേരളത്തിന് വെളിയിൽ RSP ഇല്ല, അഖിലേന്ത്യാ RSP എന്ന് പറയുന്നത് ഒരു കാര്യമില്ല. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന് RSPയെ ഒന്ന് ഉഷാറാക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം നിർബന്ധിതനായേക്കും രാജിവെച്ചിട്ട് അദ്ദേഹം
പിന്നെ കൊല്ലത്ത് തന്നെ തീർച്ചയായിട്ടും മത്സരിക്കും. ഇരവിപുരം എന്നൊരു മണ്ഡലമുണ്ട്, പ്രേമേന്ദ്രൻ്റെ മണ്ഡലമാണ്. ഒരിക്കൽ മാത്രം ബേബി ജോണിൻ്റെ മകൻ ഷിബു ബേബി ജോൺ അദ്ദേഹത്തെ തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പിടിച്ച് കയറാവുന്നേ ഉള്ളൂ. അവിടെ അദ്ദേഹം മത്സരിക്കണം എന്നുള്ളതാണ് പാർട്ടി ഇപ്പോഴേ തീരുമാനിച്ചു. മണ്ഡലവും RSPയുടെ സിറ്റിംഗ് സീറ്റ്, അവിടെ പ്രശ്നം വരുന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യത്തിലാണ് ഇങ്ങനെ ഇതെല്ലാം കൂടെ ജയിച്ചും കയറി കഴിഞ്ഞാൽ ഇവർ വരുന്ന എല്ലാവർക്കും തന്നെ, അതായത് മുതിർന്ന ഷാഫിയെ മാറ്റി നിർത്തിയ ബാക്കിയെല്ലാം മുതിർന്ന നേതാക്കൾ തന്നെയാണ്. അപ്പൊ ഈ മുതിർന്ന നേതാക്കൾ വരുമ്പോൾ എല്ലാവരും സ്വാഭാവികമായും ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രി കസേരയായിരിക്കും. അവിടെയല്ലേ അവിടെ പ്രശ്നമാവല്ലോ. ഇപ്പൊ തന്നെ ഭൈമികാമുകന്മാർ വേറെ ഉണ്ട്. അതിന്റെ കൂടി ഇതും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും സ്ഥിതി വളരെ സ്തോഭജനകമായിട്ട്. ഇവിടെയാണെങ്കിൽ സതീശൻ പോയതുകൊണ്ട് സതീശൻ കുറച്ച് സമാധാനത്തിലിരിക്കുകയാണ്, കസേര എനിക്ക് കിട്ടും എന്നുള്ള രീതിയിൽ. പക്ഷെ അവിടെയും ചില ഇളക്കങ്ങൾ തട്ടുന്നതിനിടയിലാണ് ഇത്രത്തോളം ഒരു പറ്റം നേതാക്കൾ ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യുന്നത്. കോൺഗ്രസിന്റെ തീരുമാനമാകുമ്പോൾ നമുക്കൊന്നും പറയാനും പറ്റില്ല. കാരണം സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ആവുന്ന ആരും വിചാരിച്ചല്ലോ. അതുപോലൊരു മുഖ്യമന്ത്രിയെ ചിലപ്പോൾ കൊണ്ടുവരാനും സമവായം എന്നുള്ള നിലയിൽ സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഇതിനകത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. ഒരു ഉറച്ച സ്ഥാനാർത്ഥിയില്ല. പണ്ടായിരുന്നെങ്കിൽ നമുക്ക് AK ആൻ്റണി ഉണ്ട്, K കരുണാകരനുണ്ട്, ആരെങ്കിലും ആവും എന്നൊരു വിശ്വാസം ഉണ്ട്, ജനങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ അവർ പരസ്യമായിട്ട് അത് പറയും. അങ്ങനെ ഒരു തർക്കം വന്നാൽ കർണാടകയിലൊക്കെ ചെയ്തതുപോലെ അതിപ്പോ തലവേദനയായിരിക്കാണ്. 2.5 വർഷം വെച്ചു മാറാനുള്ള ഒരു പോളിസി ഒരു പക്ഷേ കേരളത്തിൽ വന്നേക്കോ സർ? അങ്ങനല്ല വരുന്നത്. അവരുടെ എന്ന് പറഞ്ഞാൽ കേന്ദ്രം ഒരു നിരീക്ഷകനെ അയക്കും, നിഷ്പക്ഷ നിരീക്ഷകൻ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ 1-2 നിരീക്ഷകർ. അവർ ഈ MLA മാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ പ്രത്യേകം കാണും. എന്നിട്ട് ഓരോരുത്തരുടെ അഭിപ്രായം കുറിച്ചെടുക്കും. അതിൽ ഭൂരിപക്ഷം ആർക്കാണോ കിട്ടുന്നത് അവർക്കാണ് അത് കൊടുക്കുക. അങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത്. അപ്പോഴും സമവാക്യം വരണമെന്നില്ല, മറ്റുള്ളവരെ അത് അംഗീകരിച്ചു കൊടുക്കണമെന്നില്ല. പൊട്ടിപ്പിളർപ്പുകൾ പിന്നെ ഉണ്ടാവാം, അങ്ങനെ ഉണ്ടായിട്ടുമുണ്ട്. ഇതാണ് സാമാന്യമായിട്ട് സ്വീകരിച്ചു വരുന്നൊരു മോഡസ് ഓപ്പറൻഡി എന്ന് പറയുന്നത്. ഒരു SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രോസസ്. ഇതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.